ഹലോ, മമ്മയും ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കണ്ണൂർ ചിക്കനാണ്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നിട്ട് ഞാൻ ചെയ്യണേണ്. അപ്പം ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. ഇവിടെ വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. സവാള എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിന്ന് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ട് തിരുമ്മി നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. ഒരു 15 മിനിറ്റോളം നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം മൂക്കണ്ട, ഒന്ന് ജസ്റ്റ് ആ ചട്ടിയിലേക്ക് നമുക്ക് ഒന്ന് സവാള ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പച്ചമണം മാറണ വരെ വഴറ്റി കൊടുക്കുക. ചിക്കനായിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കോരി ഞാൻ മാറ്റിയായിരുന്നു. പച്ചമുളക് ഇടുക അതിനകത്ത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറണ വരെ നന്നായിട്ടൊന്ന് വഴറ്റണം. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇതിൻ്റെ അകത്തേക്ക് പൊടികൾ ആഡ് ചെയ്യാം. നമുക്ക് കുരുമുളക് പൊടി, മസാലപ്പൊടി, ചിക്കൻ മസാല, മുളക് പൊടി ഇട്ടിട്ട് നമുക്ക് ഈ ചിക്കൻ നമുക്ക് ഇതിനകത്ത് ഇട്ട് തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് പുരട്ടി നല്ല ഫ്രൈ പോലെ ആക്കുക. എല്ലാം നല്ല അടി ചേർത്തൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി നല്ല ഫ്രൈ പോലെ ആക്കുക. നല്ല ഫ്രൈ. കുഞ്ഞൂസില്ല, കുഞ്ഞൂസ് പുറത്ത് പോയേക്കണേണ്. കുഞ്ഞൂസില്ല. അതിനകത്തേക്ക് നമുക്ക് തക്കാളി ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. തക്കാളി ജ്യൂസ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തക്കാളിയുടെ പച്ച മണം മാറണ വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മ, എന്നുവെച്ചാൽ അത് ഇതാകണ്ടല്ല. നമ്മളൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തു വീണ്ടും നമ്മൾക്ക് ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് അടച്ചു വെക്കാം. ഇത്തിരി ഉപ്പ് പോരാ, ഞാൻ ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഇപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ മല്ലിയില, കുറച്ച് മല്ലിയിലയും പുതിനയില, വേപ്പില ഇതൊന്നും ഞാൻ നേരത്തെ പറയാൻ മറന്നു പോയതാണ്. അതും കൂടി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇടാം. ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ഒരു നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്ക് ഇതെല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ഒരിതാണ്. എല്ലാവരും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോണേണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, സൂപ്പറാണ്. ഇതേപോലെ എല്ലാവരും ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.